Advanced Energy Engineering. Classification of Hydroelectric Power Plants. Hydroelectric power plants classification നമ്മൾ 3 condition base ചെയ്താണ് ചെയ്യുന്നത്. They are based on quantity of water available, availability of water head and nature of load. Based on quantity of water available, hydroelectric power plants are classified into runoff river plants and reservoir plants. In runoff river plants, they harvest the energy from flowing water to generate electricity in the absence of a large dam or reservoir. അതായത് റൺ ഓഫ് റിവർ പ്ലാന്റ് എന്ന് പറയുന്നത് അത് ഫ്ലോയിങ് വാട്ടറിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അതിന് ഒരു ഡാമിൻ്റെയോ അതോ റിസർവോയറിൻ്റെ ആവശ്യമില്ല. റിസർവോയറോ ഡാമോ യൂസ് ചെയ്യാതെ ഫ്ലോയിങ് വാട്ടറിൻ്റെ എനർജി യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതാണ് റൺ ഓഫ് റിവർ പ്ലാന്റ്സ്. ഇൻ റിസർവോയർ പ്ലാന്റ്സ്, ഇറ്റ് ഹാസ് എ reservoir to carry over storage from wet season to the next dry season. റിസർവോയർ പ്ലാന്റ്സിലാണെങ്കിൽ അതിനൊരു റിസർവോയർ ഉണ്ട്. അപ്പം റെയിനെ ബേസ് ചെയ്തിട്ട് വെറ്റ് സീസൺ ഉണ്ട്, ഡ്രൈ സീസൺ ഉണ്ട്. മഴ കൂടുതലുള്ളതിനെ വെറ്റ് സീസൺ എന്നും മഴ കുറവുള്ളതിനെ നമ്മൾ ഡ്രൈ സീസൺ എന്നും പറയുന്നു. അപ്പോൾ വെറ്റ് സീസണിൽ മഴ കൂടുതലായിരിക്കും, അപ്പം നമുക്ക് ഒരുപാട് വാട്ടർ അവൈലബിൾ ആയിരിക്കും. അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് ഡ്രൈ സീസണിൽ യൂസ് ചെയ്യും. അപ്പോൾ ഒരു റിസർവോയർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന്? നമ്മുടെ വാട്ടർ സ്റ്റോറേജിനെ ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിസർവോയർ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് റിസർവോയർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഹെഡ്. വാട്ടർ ഹെഡ് എന്താണ്? ഡൗൺ സ്ട്രീമിലെ വാട്ടർ ലെവൽ, അതായത് ടെയിൽ റേസിൽ എക്സിറ്റ് ആവുന്ന വാട്ടറിന്റെ സർഫസും റിസർവോയറിൽ ഉള്ള വാട്ടറിന്റെ സർഫസും തമ്മിലുള്ള ആ വെർട്ടിക്കൽ ഹൈറ്റ് ഡിഫറൻസ്, ഇവ തമ്മിലുള്ള ആ ഹൈറ്റ് ഡിഫറൻസിനെയാണ് നമ്മൾ വാട്ടർ ഹെഡ് എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഹെഡ്, hydroelectric power plants are classified into 3: high head plants, medium head plants and low head plants. High head plants എന്ന് പറയുന്നത് 250 മീറ്ററിന് മുകളിൽ, 250 മീറ്ററിനെക്കാട്ടിയും കൂടുതൽ വാട്ടർ ഹെഡ് ഉള്ളതിനെയാണ് ഹൈ ഹെഡ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടർ ഹെഡ് ബിറ്റ്വീൻ 30 and 250 ആണെങ്കിൽ മീഡിയം ഹെഡ് എന്നും, ലെസ് ദാൻ 30 ആണെങ്കിൽ ലോ ഹെഡ് ഹൈഡ്രോഇലക്ട്രിക് പ്ലാന്റ്സ് എന്നും പറയും. Next classification is based on the nature of load. Based on nature of load, hydroelectric power plants are classified into peak load plants and base load plants. Peak load plants. The peak load plants are used to supply power at the peak demand phase. അതായത് ഡിമാൻഡ്, ലോഡിന്റെ ഡിമാൻഡ് അതിന്റെ പീക്കിൽ എത്തുമ്പോഴത്തേക്കും, അതിന്റെ മാക്സിമം എത്തുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നോർമൽ ഡിമാൻഡിനെക്കാട്ടിയും കൂടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പവർ പ്ലാന്റ്സിനെയാണ് പീക്ക് ലോഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബേസ് ലോഡ് പ്ലാന്റ്സ്. എ ബേസ് ലോഡ് പവർ പ്ലാന്റ് ഈസ് ഓൺ ദാറ്റ് പ്രൊവൈഡ്സ് എ സ്റ്റഡി ഫ്ലോ ഓഫ് പവർ റിഗാർഡ്ലെസ് ഓഫ് ടോട്ടൽ പവർ ഡിമാൻഡ്. ബേസ് ലോഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ സാധാ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്, അതായത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മിനിമം ഒരു പർട്ടിക്കുലർ പവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ത്രൂ ഔട്ട് ദ ഇയർ. അത് നമ്മൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാറില്ല. എന്താണ്, നമ്മൾ അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടൊക്കെ മാത്രമേ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാറുള്ളൂ. അത് അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ഹൈഡ്രോ പവർ പ്ലാന്റ് ഓർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. നമ്മളൊരു സൈറ്റ് സെലക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും, സൈറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും, ഹൈഡ്രോ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേജറായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? മെയിൻലി 5 ഫാക്ടേഴ്സ് ആണുള്ളത്. ദേ ആർ വാട്ടർ അവൈലബിലിറ്റി, വാട്ടർ സ്റ്റോറേജ്, ഹെഡ് ഓഫ് വാട്ടർ, ഡിസ്റ്റൻസ് ഫ്രം ലോഡ് സെന്റർ, ആക്സസ് ടു സൈറ്റ്. ഫസ്റ്റ് വൺ ഈസ് വാട്ടർ അവൈലബിലിറ്റി. ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. അപ്പോൾ നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വാട്ടർ അവൈലബിലിറ്റി ആണ്.
all designs are based on it. നമ്മളൊരു ഡാമിന്റെ ബാക്കിയുള്ള എല്ലാ ഡിസൈനും നമ്മൾ ചെയ്യുന്നത് ഈ വാട്ടർ അവൈലബിലിറ്റിയെ ബേസ് ചെയ്തിട്ട്. The next one is water storage. To have a uniform power output, storage is needed. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം റെയിനി സീസണും ഉണ്ട്, ഡ്രൈ സീസണും ഉണ്ട്. അപ്പോൾ റെയിനി സീസണിൽ നമുക്ക് വാട്ടർ സ്റ്റോറേജ്, അതായത് അവൈലബിൾ വാട്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇപ്പോൾ ഡ്രൈ സീസണിൽ റെയിൻ കുറവായിരിക്കും, അപ്പോഴത്തേക്ക് നമുക്ക് വാട്ടർ അവൈലബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഒരു ഡ്രൈ സീസണിൽ വേണ്ടിയിട്ട് റെയിനി സീസണിൽ നമുക്ക് കിട്ടുന്ന വാട്ടർ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, ഡ്രൈ സീസണിലെ ഡിമാൻഡിനെ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Study should be made of the geology and topography of the catchment area to see if natural foundations could be found and put to the best use. നമ്മൾ എത്രത്തോളം വാട്ടർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കാച്ച്മെന്റ് ഏരിയ, അതായത് നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ഏരിയയുടെ ഒരു ജിയോളജിയും ടോപ്പോഗ്രഫിയും നമ്മൾ മെയിൻലി സ്റ്റഡി ചെയ്യണം. എന്നിട്ട് അതിന് എത്രത്തോളം ആ ഏരിയയിൽ എത്രത്തോളം വാട്ടർ സ്റ്റോർ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ തന്നെ ഏതെങ്കിലും നാച്ചുറൽ ഫൗണ്ടേഷൻസ് ഉണ്ടോ എന്ന് കൂടി നമ്മൾ സ്റ്റഡി ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇടുക്കി ഡാം കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന 2 മൗണ്ടൻസിന് ഇടയ്ക്കായിട്ടാണ് ആർച്ച് ഡാം കൺസ്ട്രക്ട് ചെയ്തത്. അതേപോലെ എന്തെങ്കിലും നാച്ചുറൽ ഫൗണ്ടേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി അതെങ്ങനെ നമുക്ക് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാമെന്ന്, എങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാമെന്ന് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഹെഡ് ഓഫ് വാട്ടർ. Large quantity of water at a sufficient head should be available to generate required quantity of power. നമ്മുടെ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള, അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വാട്ടർ ഹെഡ് അവൈലബിൾ ആയിരിക്കണം. The level of water in the reservoir for a proposed plant should always be within limits throughout the year. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഇയറിൽ, ത്രൂ ഔട്ട് ദ ഇയറിൽ വാട്ടർ ഹെഡ് എന്ന് പറയുന്നത്, അതായത് ലെവൽ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റിനുള്ളിലായിരിക്കും. അല്ലെങ്കിൽ ആ ലിമിറ്റിനെക്കാട്ടും താഴെ പോവുകയാണെങ്കിൽ എന്നിട്ട് നമ്മളെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ അത് ബാധിക്കും. കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് തുറന്നു വിടാവുന്നതാണ്. പക്ഷെ അതിൻ്റെ ആ ലിമിറ്റിനെക്കാട്ടി കുറയുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറ്റും, നമ്മുടെ ആ പവർ ജനറേഷൻ അത് ബാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്റ്റൻസ് ഫ്രം ലോഡ് സെന്റർ. Electric power generated in a hydroelectric power plant is consumed at considerable distance from the plant. അപ്പം ഒരു പവർ പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ അത് കൺസ്യൂം ചെയ്യുന്നത് ഒരുപാട് ദൂരെ ഉള്ളവരായിരിക്കും, ഒരുപാട് ദൂരെ വരെ അതിൻ്റെ കൺസ്യൂമേഴ്സ് ഉണ്ടാവും. The routes should be carefully considered since the cost of erection of transmission lines and their maintenance will depend upon the route selected and distances. അപ്പോൾ നമ്മൾ ഈ റൂട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും, അതായത് എവിടം വരെയൊക്കെ നമ്മൾ ഈ പവർ എത്തിക്കണം, ആ റൂട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും വളരെ കെയർഫുൾ ആയിരിക്കും. കാരണം ഈ റൂട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് മാത്രമല്ല, അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും കൂടെ നമ്മൾ കണക്കാക്കണം. സോ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കോസ്റ്റാണ്. ഇറ്റ് അമൗണ്ട്സ് ടു എ ലാർജ് പ്രൊപ്പോർഷൻ. ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് ഈ ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ അപ്പോൾ ഒരു റൂട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം കൺസിഡർ ചെയ്യണം. ഫൈനൽ ഫാക്ടർ ഈസ് ആക്സസ് ടു സൈറ്റ്. ഇറ്റ് ഈസ് ഓൾവേസ് എ ഡിസൈറബിൾ ഫാക്ടർ to have a good access to the site of the plant. This factor is very important if the electric power generator is to be utilized at or near the plant site. ഈ ജനറേറ്റ് ചെയ്യുന്ന പവർ, ഈ പ്ലാന്റിൽ ജനറേറ്റ് ചെയ്യുന്ന പവർ അതിന് അടുത്തോ അതോ ആ പ്ലാന്റിൽ തന്നെയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നെങ്കിൽ ആക്സസ് ടു സൈറ്റ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഇത് കൂടാതെ ആ സൈറ്റിലോട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഫോർ മെൻ ആൻഡ് മെറ്റീരിയൽസ്. അപ്പം മെന്നിനും മെറ്റീരിയൽസിനും വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, അത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടാവണം. സോ ആക്സസ് ടു സൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മേജർ ഫാക്ടർ.